ഹലോ ഹലോ, എന്താ? അത് പിന്നെ നിങ്ങളെല്ലാരും എൻ്റെ പൂച്ചക്കുഞ്ഞിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? എന്തോന്ന് പൂച്ച കുഞ്ഞാ? ഞാളെ കണ്ടിട്ട് മൃഗങ്ങളാന്ന് തോന്നുന്നുണ്ടാ. ഷേ ഷേ, ദൈവം എല്ലാവർക്കും ബുദ്ധി കൊടുക്കുമ്പോ താൻ റേഷൻ കടയിൽ അരി മേടിക്കാൻ പോയിരുന്ന? ഷേ അത് പറയരുത്. പിന്നെ റേഷൻ കടയിലെ അരിയല്ലാണ്ട് പിന്നെ നിനക്കട ബർഗർ വാങ്ങി വെച്ചിരുന്ന? ഷേ, വന്ന പടന്നെ തല്ലി. ഓ, ഇനി അടി കൂടെ ഞാനില്ല. ഞാൻ വന്ന കാര്യം പറയാം. അത് പിന്നെ ഒരു പാലേട്ടാല് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. അല്ല, നീ ഇവിടെ ക്യാൻറ്റീനിൽ പാലിടുന്ന വല്ല ഉദ്ദേശം ഉണ്ടെന്നാ? വേണ്ട മോളെ വേണ്ട, ഇവിടെ ടൈൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ധാരാളം. ഈടാ പൊട്ട, അവളൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. എന്റെ പൊന്നോ, അതും കൂടി മനസ്സിലാക്കാൻ പറ്റാത്ത കഴുത. നിർത്തി നിർത്തി. ഓ, ഇനി ഇമ്മാതിരി പഴഞ്ചൊല്ലൊന്നും ഞാൻ ഇനി പറയേയില്ല. ഓ, അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞത്, നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിലുള്ള യൂഞ്ചിനെ ലൂസിനെ വേണം, എനിക്ക് ടോണിനെ. അപ്പോ ബാക്കി പറയണ്ട, എനക്ക് മനസ്സിലായി മോളെ, എനക്ക് മനസ്സിലായി. അത് ഫുള്ളാക്കിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് മനസ്സിലായേ? ഈ കുഞ്ഞിക്കാര്യം ഓർത്തെടുക്കാൻ എന്റേതായി കുറച്ച് ബുദ്ധിയുണ്ട്, അത് ഉപയോഗിച്ച് പറയാം. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടോണിയെ സെറ്റാക്കി തരാം, നീ ഞങ്ങൾക്ക് യുവഞ്ചിനെയും ലൂസിനെയും സെറ്റാക്കി തരണം എന്നല്ലേ പറയാൻ പോകുന്നത്. എനക്കറിയാം. അതിന് മാത്രം ദൈവം എനിക്ക് ബുദ്ധി വന്നിട്ടുണ്ട്, ഭാഗ്യം. ഇതൊക്കെ എന്ത്, ഇനി ചേച്ചി ബാക്കി പ്ലാൻ പറഞ്ഞാൽ മാത്രം മതി. പ്ലാൻ നമ്പർ എ, ഫേവറേറ്റ് ടൈപ്സ് ഗെയിം. എന്തോന്ന്? ഗൂഗിൾ അമ്മച്ചി പ്ലീസ് ട്രാൻസ്ലേറ്റ്. ഒറ്റൊന്നും ഓടിയിട്ടില്ല. അതെന്ന് വെച്ചാലേ, നമ്മൾ എന്ത് ചെയ്യാ, ഒരു ഗെയിം കളിപ്പിക്കാം. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ അവനോടും ചോദിച്ചാൽ മതി. എന്നു വെച്ചാല് ഫേവറേറ്റ് ടൈപ്സ്. ഞാൻ അവളോട് ചോദിക്കും, നിനക്കിഷ്ടപ്പെട്ട ബോയ്സിൻ്റെ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ നിങ്ങൾ അവനോട് ചോദിക്കാം. പിറ്റേന്ന് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. പിന്നെ അവർ പറഞ്ഞ ടിപ്സിൽ നമ്മൾ വരുന്നു, ഇംപ്രസ് ചെയ്യുന്നു. സെറ്റ് അടിച്ചു കയറി വാ. ഈ കുഞ്ഞിത്തലക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു? സത്യം തന്നെ. പിന്നെ അല്ല, നിങ്ങളൊന്ന് വിചാരിച്ചേ, ഡൽഹിക്കാരെ 3 ലക്ഷം വില പറഞ്ഞ തലേത്. പിന്നെ എന്തോ നോക്കിയിരിക്കുന്ന അടുത്ത് പൊട്ടിക്കടയിൽ തലേ. ഒന്ന് പോടാ മരമാക്രി. ഒന്ന് ചെറുതായിട്ട് തള്ളോട്ട് ഇത്രയും കടുത്ത ശിക്ഷയോ? ഞങ്ങളിവിടെ ഉണ്ടേ, അതിനാരിവിടെ ചോദിച്ച്. അത് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച് വേറൊന്നല്ല, ഈ പ്ലാൻ സക്സസ് ആക്കാൻ ഞാനും ഹെൽപ്പ് ചെയ്യാം. അപ്പൊ എവിടെയും നമ്മളുടെ ലക്ഷ്യം 3 പേർ. അത് നടന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്ലാൻ ബിയിലേക്ക് കിടക്കേണ്ടി വരും. ഓക്കെ? അതെ, ഈ പ്ലാൻ നമ്മ പൊളിക്കും. നിങ്ങൾ കണ്ട കറക്റ്റാണ്. ഇവൻ പ്ലാൻ പൊളിച്ച് കയ്യിൽ ഷടാ. നെഗറ്റീവ് ഡോണ്ട്. ഗായ്സ്, നമ്മൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്നും വഴുതി മാറിയിരിക്കുന്നു. കറക്റ്റാണ്, നമ്മളെ പ്ലാൻ പൊളിക്കണ്ടേ? പിന്നല്ല. പ്ലാൻ എ ഓൺ ദി സ്റ്റേജ്. എടാ, നമുക്കൊരു കളി കളിച്ചാലോ? എന്ത് കളിയാണ് നീ ഉദ്ദേശിക്കുന്നേ? എന്ത് കളിയാന്ന് ചോദിച്ചാ ഫേവറേറ്റ് ടൈപ്സ് ഓഫ് ഗേൾസ്. എങ്ങണ്ട്? അയ്യേ, ഞാനില്ല, കോഴി പാർട്ടീസ്. ഒന്ന് ഡീസന്റുള്ള കളി പറയടാ. വാടാ, നമുക്കൊന്ന് കളിക്കാം പ്ലീസ്. എനക്ക് പറ്റില്ല. അയ്യേ, ഇമാതിരി കളിക്കൊന്നും എന്നെ കിട്ടൂല. ഞാൻ മൊത്തം ഡീസന്റാ. അവളുടെ ഡീസന്റ്. ഇങ്ങനത്തെ കളി കളിച്ചിട്ട് ഏത് ഡീസന്റ് ഒന്നും പോകാൻ നോക്കുന്നില്ല. എടാ, എന്നാലും ഒരെന്നാലും ഇല്ല. ഓക്കെ, ഞാൻ കളിക്കാം പോരെ? എന്നാ പിന്നെ ഞാനും കളിക്കാം. എന്നാ പിന്നെ ഞാനും കളിക്കാം. ഫസ്റ്റ് നിന്നോടല്ലേ ടോണി, നിന്റെ ഫ്യൂച്ചർ ഗേൾഫ്രണ്ട് ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന് എനിക്ക് ഇഷ്ടം. ഏത് കളർ ഡ്രസ്സ്, അതൊക്കെ അവളുടെ ഇഷ്ടം, അത് ഞാൻ നോക്കൂല. എന്നാലും നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടാവൂലേ, അത് പറഞ്ഞാൽ മതി. അങ്ങനെ ചോദിച്ചാ ബ്ലാക്ക് കളർ, അതാ എനിക്ക് ഇഷ്ടം.
ബോയ്സിന്റെ ഡ്രസ്സിൽ എനിക്ക് പിങ്ക് ഇഷ്ടം. പിങ്ക് സീനായിരിക്കും. എനിക്ക് പിങ്ക് അത്ര പോരാ. ബട്ട് ബ്ലാക്ക് ഷർട്ട് ഉണ്ടല്ലോ, അയ്യ സീനായിരിക്കും. എന്തായി പറഞ്ഞ കാര്യം കിട്ടിയോ? കിട്ടിയെന്ന് ചോദിച്ചാൽ 100% കിട്ടി. സ്വഭാവ സർട്ടിഫിക്കറ്റ് വരെ കിട്ടി. ഓ വെരി ഗുഡ്. നമ്മുടെ പ്ലാൻ ഒക്കെ സക്സസ് ആയി പോകുന്നുണ്ട് ഗൈസ്. എനിക്കും സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. എല്ലാം പറഞ്ഞുതരാം. ഇനി നാളെ ഇംപ്രസ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. അഥവാ ഇംപ്രസ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ ബിയിലേക്ക് കടക്കണം. ഓക്കെ? ഓ ഗായ്സ്, ഞങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ.